ഈ പെൺകുട്ടി അവളുടെ അമ്മയ്ക്ക് 18 വയസ്സുണ്ടായിരുന്ന സമയത്തേക്ക് ടൈം ട്രാവൽ ചെയ്തു. ആ സമയത്ത് അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. അമ്മയ്ക്ക് അപ്പോൾ സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഒരിക്കൽ അവൾ അമ്മയുടെ ഡയറി വായിച്ചിരുന്നു. സ്കൂൾ കാലത്ത് നടന്ന ഒരു പടക്കത്തിന്റെ പൊട്ടിത്തെറി കാരണമാണ് അമ്മയ്ക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടത് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസമാണ് അമ്മ അച്ഛനോട് പ്രണയത്തിലായതും. അതിനാൽ അമ്മയെ രക്ഷിക്കാനായി ആ പടക്കങ്ങൾ കൊണ്ടുപോകുന്നത് തടയണമെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെ അവൾ ഫാക്ടറിയിലേക്ക് കയറി ഈ പടക്കങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർ അത് വിശ്വസിച്ചില്ല. എന്നിട്ട് അവളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കി. അപ്പോൾ ആ പയ്യൻ അത് തടഞ്ഞു. അപ്പോഴേക്കും ഫയർ അലാറം മുഴങ്ങി. എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടായോ എന്ന് പരിശോധിക്കാനായി വേണ്ടി അവർ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ക്ലാസ് ലീഡർ അങ്ങോട്ടേക്ക് എത്തി. അലാറം ഓണാക്കിയത് താനാണെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ പെട്ടികൾക്കിടയിൽ ഒളിച്ചിരുന്ന അമ്മ പുറത്തേക്ക് വന്നു. എന്നിട്ട് ഇതിനോടകം തന്നെ ഒരുപാട് പടക്കങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഫയർ വർക്ക്സ് ഉടനെ ആരംഭിക്കും, എന്നാൽ ജനക്കൂട്ടത്തിന് തീർച്ചയായും അപകടം സംഭവിക്കും എന്നവൾ പറഞ്ഞു. അതിനാൽ അത് തടയാൻ വേണ്ടി ക്ലാസ് ലീഡർ ഒരു ആശയം മുന്നോട്ട് വെച്ചു. പടക്കങ്ങൾ പൊട്ടുന്നത് തടയാൻ വേണ്ടി അത് സൂക്ഷിച്ച സ്ഥലത്തേക്ക് അവർ പോയി. പടക്കങ്ങൾ നനഞ്ഞാൽ പിന്നെ അവയ്ക്ക് പൊട്ടാൻ കഴിയില്ലല്ലോ. സെക്യൂരിറ്റി ഗാർഡ് അവരെ കണ്ടതോടെ അവർ അവിടെ നിന്ന് പോയി. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ അമ്മ സഹായിച്ചതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞു. അപ്പോൾ ആ പയ്യന്റെ പിറകിലെ മുറിവില്ലായിരുന്നു. അത് അവൾ ശ്രദ്ധിച്ചു. മുറിവ് എവിടെ പോയി എന്ന് അവൾ ചോദിച്ചു. അവന് പിന്നിൽ ഒരിക്കലും മുറിവുണ്ടായിരുന്നില്ല എന്ന് അവൻ പറഞ്ഞു. കുറച്ചു ദിവസത്തിന് മുൻപ് നീ കണ്ടത് അലർജിക് റിയാക്ഷൻ ആയിരുന്നു എന്ന്. ഇത് കേട്ട് അവൾ നിശ്ചലമായി നിന്നു. അപ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു അവളുടെ അച്ഛൻ ആ ക്ലാസ് ലീഡർ ആയിരുന്നു എന്ന്.